ഒരു ഗുരുവായൂരപ്പന്റെ ഭക്തനാണോ? ഗുരുവായൂരപ്പൻ ഞാൻ ക്രിസ്ത്യനാണ്. ബട്ട് ഞാൻ എല്ലാ മതങ്ങളും എല്ലാ ദൈവങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആളാണ്. കാര്യം നമുക്ക് കൂടുതലും ഞാൻ ഈ പഠിപ്പിക്കുന്ന ക്ലാസിക്കൽ കലാരൂപങ്ങളെല്ലാം ഒരു ഹിന്ദു മിത്തോളജിയിൽ അധിഷ്ഠിതമാണല്ലോ. എനിക്ക് തോന്നുന്നു സാധാരണ ഒരു ഹിന്ദു ആളെ കഴിഞ്ഞും എനിക്ക് ഹിന്ദു കഥകളും ഹിന്ദു ദേവന്മാരുടെ കാര്യങ്ങളും പുരാണങ്ങളും ഒക്കെ. അപ്പൊ അതുകൊണ്ട് എല്ലാ ദൈവങ്ങളോടും ക്രിസ്ത്യാനിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ ദൈവങ്ങളോടും ബഹുമാനമുണ്ട്. അങ്ങനെ ഗുരുവായൂരപ്പനോട് ഇപ്പൊ ഒരു സ്പെഷ്യൽ സ്നേഹമുണ്ട്. അപ്പോ ഇതുപോലെ ഗുരുവായൂർ എന്താ പറയാ പോകണം അങ്ങനെയൊക്കെ ആഗ്രഹം? ഗുരുവായൂർ പോകണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ വേറൊരു ഇന്റർവ്യൂലും പറഞ്ഞിരുന്നു, ഗുരുവായൂർ എന്നെ സംബന്ധിച്ച് അവിടെ പോകുന്ന ലീഗലി അവരുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവിടെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാനായിട്ട് അത് പോയി ബ്രേക്ക് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു കാലത്ത് അത് ഓപ്പൺ ആയാൽ ഡെഫിനറ്റ്ലി അവിടെ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം. ആദ്യം പോകുന്ന ഒരാളായിരിക്കും. ഡെഫിനറ്റ്ലി യേശുദാസ് പോകുന്നതിനെ കഴിഞ്ഞ് മുന്നേ ഞാൻ അവിടെ ഉണ്ടാകും. അതെ, അപ്പൊ ഇപ്പം തൽക്കാലം അത് ഉള്ളിൽ മതി. ഇല്ല, എനിക്ക് അറ്റ്ലീസ്റ്റ് പുറത്തെങ്കിലും പോയി നിന്നൊരു താങ്ക്സ് പറയണമെന്നുണ്ട്. പിന്നെ ഒന്നി പ്രസന്റ് അല്ലേ, നമുക്ക് ഇവിടെ ഇരുന്ന് താങ്ക്സ് പറഞ്ഞാലും ഗുരുവായൂരപ്പൻ കേൾക്കും. അത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പൻ നല്ല എല്ലാ ദൈവങ്ങളോടും. സാധാരണ മത്സരത്തിന് വരുന്ന സമയത്തും ഒക്കെ പ്രയറും അതെല്ലാം പ്രാർത്ഥിച്ചിട്ടൊക്കെ തന്നെയാണ് വരാറ്. പിന്നെ വിധിയിൽ വിശ്വസിക്കുന്നു. നമ്മൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും ഇതിന് ഇങ്ങനെ ഇന്നത് നടക്കണം. ഇപ്പൊ ഞാനിന്ന് ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂ തരണം എന്നായിരുന്നു വിധി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്ന ഒരു ഓഫർ അല്ല താങ്കളുടെ അടുത്തൊന്നും. അപ്പൊ അതങ്ങനെയായിരുന്നു. ഇപ്പൊ വിധി പോലെ അത് വരും. ഓവർ പ്രാർത്ഥിക്കാറില്ല, പിന്നീട് ടെൻഷൻ അടിക്കാൻ വയ്യ, നടന്നില്ലല്ലോ എന്ന് ഓർത്ത്. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ